മലപ്പുറം നഗരസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്എസ്എൽസി ബുക്കുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് ക്രമക്കേടുകൾ നടത്തിയതിനു ശേഷം വീണ്ടും ഗുരുതരമായ ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവന്നു. മലപ്പുറം നഗരസഭയിലെ വാർഡ് 22 ചീനിത്തോട് പ്രദേശത്തു നിന്ന് മാത്രം 122 വോട്ടുകൾ അനധികൃതമായി കണ്ടെത്തി. മുൻകാലഘട്ടങ്ങളിൽ കലക്ടറേറ്റിൽ ഉൾപ്പെടെ ജീവനക്കാരായി വന്ന ഉദ്യോഗസ്ഥരുടെ പേരിലാണ് നിലവിൽ മൈലപ്പുറം വാർഡിൽ പൊളിച്ചുമാറ്റിയ 21/461 കെട്ടിട നമ്പറിലുള്ള വീടിന്റെ നമ്പർ ഉപയോഗിച്ച് 7 വോട്ടുകളാണ് പുതുതായി ചേർത്തത്. വോട്ടർ പട്ടിക ക്രമ നമ്പർ 964, 965, 966, 967, 968, 969, 970 എന്നീ നമ്പറുകളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള കെട്ടിടം തന്നെ വാർഡിൽ നിലവിലില്ല. കൂടാതെ പാർട്ടി ജില്ലാ ഓഫീസിൽ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന തൃക്കലങ്ങോട് പഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിക്ക് നിലവിൽ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കെ മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടികയിലും അനധികൃതമായി പുതുതായി ഉൾപ്പെടുത്തിയതും യുഡിഎഫ് നേതാക്കൾ തെളിവ് സഹിതം പുറത്തുവിട്ടു. ഇന്നിപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞു, കെട്ടിടമേ ഇല്ലാത്ത മൈലപ്പുറം വാർഡിൽ ഞങ്ങളിവിടെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം നിലവിൽ താമസക്കാരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ക്രമ നമ്പർ 964, 965, 966, 968, 967, 69, 70 വരെ 1, 2, 3, 4, 5, 6, 7, 8 വോട്ടുകൾ 8 വോട്ടുകൾ മൈലപ്പുറത്ത് ചേർത്ത ഇടത്ത് ബിൽഡിംഗ് എന്നല്ല, അങ്ങനെ ബിൽഡിംഗ് എന്നല്ല. ആ ബിൽഡിംഗ് ഇവിടെ ഡിമോളിഷൻ ചെയ്ത് ബിൽഡിംഗ് ഇല്ല എന്നുള്ളതിന്റെ ഫോട്ടോ അടക്കം, ഞങ്ങളെ ഫോട്ടോ മാത്രം നിങ്ങൾ പത്രപ്രവർത്തകരോട് പറയാണ്. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തം ജനാധിപത്യ പ്രക്രിയയിൽ നിർവഹിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു വീട് മൈലപ്പുറത്തുണ്ടോ എന്ന് പരിശോധിക്കണം. മധു എന്ന് പറയുന്ന CPMന്റെ ഏറാൻ മൂളിയോട് പറയാനുള്ളത്, നിനക്ക് ഞങ്ങൾ കാത്തുവെച്ചത് മുമ്പേ തന്നെ സ്വീകരിക്കാൻ നീ തയ്യാറായിക്കൊള്ളുക. കേരളത്തിന്റെ നിയമ സംവിധാനത്തിന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയിച്ചിട്ടുണ്ടാകും, ഒരു സംശയവും വേണ്ട. നിന്നേക്കാൾ വലിയ വീരവാദം മുഴക്കിയ ഒരു മഹാനവറുകൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓഫീസിലേക്കും, ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും ഷട്ടിലടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും വേണ്ട, നിന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിലാണ് വ്യാപകമായ കള്ളവോട്ടുകൾ ഇടതുപക്ഷം ചേർത്തത്. ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായ മാനേജർ ഇതിനു മുൻപും വിവാദമായ നിരവധി തീരുമാനങ്ങൾ എടുത്തതിന്റെ പേരിൽ രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണ്. പൊളിച്ചുമാറ്റപ്പെട്ട കെട്ടിടങ്ങളുടെയും മറ്റ് വിശദവിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പോയ ഫീൽഡ് ഓഫീസർമാർ കെട്ടിടം നിലവിലില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത കെട്ടിടങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർ അനുവദിച്ചത് എന്നുള്ളത് തികഞ്ഞ നിയമലംഘനമാണ്. വ്യാപകമായ ക്രമക്കേടിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി PK ബാവ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മച്ചിങ്ങൽ ഖാദർ, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികളായ മന്നയിൽ അബൂബക്കർ, ഈസ്റ്റേൺ സലിം, കുഞ്ഞാൻ കാളമ്പാടി, ഫെബിൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് VP റെജീന, അഡ്വക്കേറ്റ് റിനീഷ റഫീഖ്, റഹ്മത്ത് തറയിൽ എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.